ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പരസ്യമാണ് നടരാജ് പെൻസിൽ പാക്കിംഗ് ജോലിയെ പറ്റിയുള്ള പോസ്റ്റുകൾ. വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാം, 30,000 രൂപ മന്ത്ലി സാലറി എന്ന രീതിയിലുള്ള പോസ്റ്റുകളാണെല്ലാം. ഇത് ശരിക്കും ഉള്ളതാണോ? നമുക്ക് നോക്കാം. ഇത് ശരിക്കും സത്യമാണോ തട്ടിപ്പാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഗൈസ്, ഇത് 100% ഫേക്കാണ്, ഇത് തട്ടിപ്പാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ തുറന്നു കാട്ടിത്തരാം. ഇതിന് ഞാൻ സോഴ്സായിട്ട് എടുത്തിരിക്കുന്നത് ഫാക്ട്ലി എന്ന സൈറ്റാണ്. അതിൽ ഇതിനെപ്പറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ പ്രകാരം നടരാജ് പെൻസിൽ കമ്പനി ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞ പ്രകാരം നടരാജ് പെൻസിൽസിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെൻസിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ ഹിന്ദുസ്ഥാൻ പെൻസിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ തരത്തിലുള്ള യാതൊരു ജോലിയും നൽകുന്നില്ല. മാത്രമല്ല, അവരുടെ ജോബ് ഓപ്പണിങ്സ് എല്ലാം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല, ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. അതായത് എല്ലാം മെഷീൻസ് ഉപയോഗിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആയതിനാൽ ഈ രീതിയിലുള്ള പെൻസിൽ പാക്കിംഗ് വർക്ക് ഫ്രം ഹോം ജോബ്സ് എല്ലാം ഫേക്കാണ്. ഇത് കൃത്യമായി അവരുടെ ഒഫീഷ്യൽ സർക്കുലറിൽ പറയുന്നുണ്ട്. അത് ഞാനിവിടെ കാണിക്കാം. ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ പോലും ഈ തട്ടിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം. നടരാജ് പെൻസിൽ പാക്കിംഗ് ജോബുമായി ബന്ധപ്പെട്ട് കേരളത്തിലും നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകുകയാണ് തട്ടിപ്പിൻ്റെ രീതി. വിളിക്കേണ്ട മൊബൈൽ നമ്പർ വരെ നൽകിയാണ് തട്ടിപ്പ്. ഉയർന്ന ശമ്പളം പ്രതീക്ഷിച്ച് ജോലിക്ക് വേണ്ടി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുന്നവരോട് 520 രൂപ രജിസ്ട്രേഷൻ ഫീസ് ആവശ്യപ്പെടും. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ തുക നൽകാൻ ആവശ്യപ്പെടും. അടുത്തപടി ഫോട്ടോ വാങ്ങി കമ്പനിയുടെ തിരിച്ചറിയൽ കാർഡ് അയച്ചു കൊടുക്കും. പിന്നീട് മേൽവിലാസം വെരിഫൈ ചെയ്യാൻ 1400 രൂപ വീണ്ടും ആവശ്യപ്പെടും. ഈ 1920 രൂപ റീഫണ്ട് ചെയ്യുമെന്നും കമ്പനി പറയും. പിന്നീട് കമ്പനി കൊറിയർ ചാർജായി 2000 രൂപ കൂടി ആവശ്യപ്പെട്ടപ്പോഴാണ് അരൂർ സ്വദേശി കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകിയത്. സൈബർ ക്രൈം പോലീസ് തട്ടിപ്പ് സംഘത്തിൽ നിന്നും അരൂർ സ്വദേശി നൽകിയ 1920 രൂപ തിരിച്ചു വാങ്ങിക്കൊടുത്തു. ഇയാൾ നൽകിയ തുക ഉത്തർപ്രദേശിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. നടരാജ് പെൻസിൽ പാക്കിംഗ് ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വന്നതോടെ കേരള പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിലിട്ട പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് തട്ടിപ്പാണ്, സൂക്ഷിക്കണമെന്ന്. ബുദ്ധിയുള്ള മലയാളീസ് ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനനഷ്ടം, മാനഹാനി ഇതൊന്നും വരാതിരിക്കട്ടെ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.